അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കല്യാണത്തിന് പോയ ഉപ്പയും അതുപോലെ 1 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോളെയും കാണാതെ വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഈ കുടുംബം, പ്രത്യേകിച്ച് എല്ലാവരുടെ പ്രാർത്ഥന വേണം. കാരണം ഇതുവരെയൊക്കെ അവർ ഭക്ഷണം പോലും കഴിക്കാതെ ആ പൊന്നു മകൾക്കും ഉപ്പാക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മലപ്പുറത്ത് ഈ നടന്ന വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇനായ മെഹ്റീൻ എന്ന് പറയുന്ന പൊന്നുമോളും മുഹമ്മദ് സഫീർ എന്ന് പറയുന്ന ഉപ്പയും. ഉപ്പ ഫോൺ വിളിച്ച് പറഞ്ഞതാണ്, കുട്ടിയെ ഒരുക്കി എൻ്റെ കൂടെ അയക്കണം, ഒരു കല്യാണത്തിന് പോകാനുണ്ട്. ഭാര്യ പറഞ്ഞു, ചെറിയ കുഞ്ഞല്ല, ഞാനും കൂടെ വരുന്നു എന്ന്. അപ്പോൾ കൂടെ സുഹൃത്തുക്കളുള്ളതാണ്, അതുകൊണ്ട് കുട്ടിയെ മാത്രം അയച്ചാൽ മതിയെന്ന്. അങ്ങനെ വളരെ ആവേശത്തോടു കൂടി ഉപ്പയുടെ കൂടെ കുളിച്ച് ഒരുക്കി ചുടുചുംബനം നൽകി ആ കുഞ്ഞുമോളെ ഉപ്പയെ കൂടെ അയച്ചു. വളരെ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം കഴിഞ്ഞത്, ഭാര്യയുമായിട്ടൊരു തർക്കമോ പിണക്കമോ ഒന്നുമില്ലാതെ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു 5 മണി വരെ ആയി. കുട്ടിയും ഉപ്പയും തിരിച്ചു വരാതിരിക്കുമ്പോൾ ഉമ്മാക്ക് സങ്കടമാണ്. കാരണം ചെറിയ കുഞ്ഞാണല്ലോ, കുടിക്കുന്ന കുഞ്ഞാണ്, സംസാരിക്കാനൊന്നും ചെറിയ 1 വയസ്സെന്ന് പറയുമ്പോൾ ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ ഉമ്മയുടെ ആ ചൂടേറ്റ് വളർന്ന ആ ചെറിയ കുഞ്ഞു ഉമ്മാക്ക് ഏതായാലും ആ കുഞ്ഞ് തന്നെയായിരിക്കും അന്ന് മുഴുവനും ചിന്ത. കാത്ത് മഗ്‌രിബ് വരെ ഉപ്പയും കാണുന്നില്ല, കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ കുടുംബക്കാരൊക്കെ അറിയിച്ചു, എവിടെയും വിവരമില്ല. അവസാനം അവരുടെ കുടുംബത്തിൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനെ വിളിച്ചു, എവിടെയും ഇല്ല. അവസാനം ഒരു പരാതി നൽകി. ഇന്ന് വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും ആ കുഞ്ഞിനെയും ആ ഉപ്പയും തിരിച്ചു കിട്ടിയില്ല. ആ കുടുംബം വലിയ സങ്കടത്തിനും പ്രയാസത്തിനും ദുഃഖത്തിൽ കഴിയുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥന വേണം. ഒരു അപകടവും ഇല്ലാതെ വളരെ റാഹത്തോടു കൂടി ആ കുഞ്ഞിനെ ഉപ്പയെ ആ കുടുംബത്തിലേക്ക് അള്ളാഹു തിരിച്ചു നൽകട്ടെ. കാരണം എന്ത് സംഭവിച്ചെന്നറിയുന്നില്ല. അയാളൊക്കെ കച്ചവടം ചെന്നൈയിലാണ് ബിസിനസ്സൊക്കെ നടത്തുന്നത്. കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ വിഷയം എന്ന് അറിയുന്നില്ല. കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും, മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അതിൻ്റെ ശേഷമുള്ള വിവരങ്ങളൊന്നും കിട്ടാത്ത കുടുംബം പ്രയാസത്തിലാണ്. ആർക്കെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കുഞ്ഞിനെയും അതുപോലെ ഉപ്പയും എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി വിവരങ്ങൾ അറിയിക്കണം. കാരണം അതിൻ്റെ പ്രയാസം അനുഭവിച്ചവർക്ക് തന്നെ അറിയുകയുള്ളൂ. നമ്മുടെ പൊന്നു മക്കളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി, കാരണം മദ്രസ സ്കൂളിലേക്ക് പോകുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ കണ്ണീരോട് കൂടി കഴിയുകയാണ്. ആ പൊന്നു ഭർത്താവിനും തൻ്റെ പിഞ്ചുമകൾ ആ ചോരപ്പൈതലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ കണ്ണുകളോടു കൂടിയുള്ള ആ ഉമ്മയുടെ കാത്തിരിപ്പിന് വലിയ സന്തോഷകരമായ രീതിയിൽ തന്നെ ഒരു അപകടവുമില്ലാതെ വീട്ടിലേക്ക് വരാനും അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള ഒരു അവസരം അള്ളാഹു ഉണ്ടാക്കട്ടെ. കാരണം ആ കുടുംബം തന്നെ, ആ നാട് തന്നെ വലിയ ദുഃഖത്തിലാണ്. കാരണം പുഞ്ചിരി മായാത്ത ആ കുഞ്ഞുമകളുടെ ആ ഒരു ഓർമ്മ, അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിൻ്റെ ദുഃഖം വല്ലാത്തൊരു ദുഃഖമാണ് ആ കുടുംബത്തിന്. കാരണം കുളിച്ചു ഒരുക്കി ഉപ്പയെ കൂടെ അയച്ച് തിരിച്ചു വരുമെന്നിങ്ങനെ പ്രതീക്ഷയിൽ കാത്തു നിൽക്കുമ്പോൾ പിന്നെ കാണാനില്ല, വിവരമില്ല എന്ന് പറയുമ്പോൾ പോലീസുകാരുടെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.